ഹലോ, എല്ലാവർക്കും വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. നമുക്ക് ആദ്യം തന്നെ 8 പിടിയുടെ മാല കാണാം അല്ലേ. 8 പിടിയുടെ മാലയുടെ പല ഡിസൈൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഡിസൈൻ വേണം, ഒരു മാരേജ് ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് തിക്കായിട്ടുള്ളൊരു ചെയിൻ ഇട്ടിട്ട് പോകണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെയിനാണ്. അത്രയും തിക്നെസ് ഉണ്ട് കേട്ടോ ഈ മാലയ്ക്ക് എന്ന് പറയുന്നത്. ഇത്ര തിക്നെസ്സിലാണ് വരുന്നത്. ഇതാണ് കൊളുത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിനാണ്. കണ്ടില്ലേ, അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 8 പിടിയാണ്. 8 പിടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. നമുക്ക് റീപ്ലേറ്റ് ചെയ്തിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യേ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് കോൾ ചെയ്യാം കേട്ടോ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് പാറ്റേൺ പോകുന്നത്. 8 പിടിയുടെ ചെയിൻ, അത് നല്ല തിക്നെസ് ഉള്ള ചെയിനും കൂടിയാണ്. 420 ആണ് വരുന്നത്. ഇത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. 420 ഉള്ളൂ. ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ചെയിനാണ്. ഇതേ കൊളുത്ത് കണ്ടില്ലേ, നമ്മുടെ ഗോൾഡിൽ കാണുന്ന അതേ കൊളുത്താണ്. നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് അത്യാവശ്യകാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഏതൊരു സാധനം യൂസ് ചെയ്യുമ്പോഴും കുറച്ചൊന്ന് കെയറിങ് മാത്രം കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഇതെന്ന് പറയുന്നത്. കണ്ടില്ലേ, എങ്ങനെയാണ് വരുന്നത്. കഴുത്തിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ കിട്ടുക. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 8 പിടിയുടെ ഗോൾഡ് പ്ലേറ്റഡ് ചെയിനാണ്. ഇതും നമ്മുടെ 8 പിടിയിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡലിൽ വരുന്ന ചെയിനാണ്. ഇതാണ് ചെയിൻ്റെ പാറ്റേൺ വരുന്നത്. ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റൂബിയുടെ ക്രിസ്റ്റൽസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ പാറ്റേൺ പോകുന്നത്. ബാക്കിൽ കൊളുത്തും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹെവി നോക്കുന്നവരുണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് നോക്കുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് 2 തരത്തിലുള്ള ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റൂബിയുടെ ക്രിസ്റ്റൽസ് ആണ്. നമ്മൾ ചെയിൻ ഇടുമ്പോൾ ചെയിൻ ഇട്ടതായിട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ ഈ റൂബിയുടെ ക്രിസ്റ്റൽസ് എടുത്ത് കാണുകയാണ് ചെയ്യുക. അപ്പോൾ സിമ്പിൾ പാറ്റേൺ വേണം എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗോൾഡ് പ്ലേറ്റഡിൻ്റെ തന്നെയാണ് വരുന്നത്. 8 പിടിയുടെ ചെയിനാണ് കേട്ടോ. 8 പിടി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 24 ഇഞ്ചാണ്. അത് എന്ന് ഓർത്തോളണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് 299, വളരെ അഫോർഡബിൾ പ്രൈസ് ആണ്. ഇതാണ് കേട്ടോ അത് വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലുക്ക് എന്ന് പറയണത്. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ. ഇനി നമുക്ക് കുറച്ച് ഇയറിംഗ്സിന്റെ കളക്ഷൻസ് കാണാം. ഇതാണ് സ്റ്റോൺ ഇയറിംഗ്സിൽ വരുന്ന മോഡലാണ്. ഒരു സ്റ്റാർ ഷേപ്പിലാണ് വരുന്നത്. അതിന്റെ താഴെയും അതേപോലെ തന്നെ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ സ്ക്രൂസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ജസ്റ്റ് 199 അത്രേ വരുന്നുള്ളൂ. വളരെ അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി വരുന്നത് ഈ ഫ്ലവറിന്റെ മോഡലിൽ തന്നെ വേറൊരു ഡിസൈനിൽ ഗോൾഡ് പ്ലേറ്റഡിന് തന്നെ വരുന്നതാണ്. വിത്ത് വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നടുക്ക് വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചുറ്റും വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 210 വരുന്നുള്ളൂ. ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ്. നല്ല അഫോർഡബിൾ പ്രൈസും കൂടിയാണ്. പർച്ചേസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് സ്ക്രൂ പാറ്റേണിൽ വരുന്ന ബാംഗിൾസ് നോക്കാം അല്ലേ. ഇതാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. ഇത് നമുക്ക് ഈസിയാണ് വെയർ ചെയ്യാനായിട്ട്. ഒരു തടവള പോലെ തന്നെ കൈ കിടക്കും ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിന്റെ സ്ക്രൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ലൂസ് ചെയ്യാം ആദ്യം. പിന്നെ അപ്പൊ തന്നെ ഇത് ഓപ്പൺ ആവും. കണ്ടോ, ഇത് ഓപ്പൺ ആയി. ഇനി നമുക്ക് ജസ്റ്റ് കയ്യിലേക്ക് ഇങ്ങനെ ചുമ്മാ വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. വെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രൂസ് ടൈറ്റ് ആക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ നല്ല ഭംഗിക്ക് കയ്യിൽ കിടന്നോളും. 2.4 മാക്സിമം 2.6 വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ചിലവർ പറയാറുണ്ട് കയ്യിൽ വളകൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് 2.6കാർക്ക് ഓക്കെ ആണെങ്കിൽ ഇത് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് എൻ്റെ 2.6കാർക്കായാലും ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വളയാണ്. നമുക്ക് അത്യാവശ്യ കാലം തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് നാള് അങ്ങനെ വരുന്ന ഒരു പാറ്റേണിൽ വരുന്ന വളയാണ് കേട്ടോ. സ്ക്രൂ മോഡൽ 499 ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക. ഗോൾഡിന്റെ അതേ ലുക്കും കാര്യങ്ങളും തരുന്ന ഒരു ഐറ്റം ആണ്. വിരൽ ചിലവരുടെ ചെറുതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് സ്മോൾ സൈസിൽ വിരലുള്ളവർക്ക്, ഫിംഗേഴ്സ് ഉള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്ന റിങ്സ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു റൂബി സ്റ്റോണും അതുപോലെ 2 വൈറ്റ് സ്റ്റോണും. ഇവിടെ 3 റൂബി സ്റ്റോൺ. ബാക്കി എല്ലാം സെയിം ആണ് പാറ്റേൺ. ഇങ്ങനെയാണ് കേട്ടോ റൗണ്ട് വരുന്നത്. ഇത് ജസ്റ്റ് എനിക്ക് പോലും കൊള്ളത്തില്ല, കാരണം അത്രയും കുഞ്ഞു വിരലുള്ള ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. കണ്ടോ, ഓപ്പൺ ടൈപ്പ് റിംഗ് ആണ്. ഇങ്ങനെയാണ്, ഇവിടെയാണ് ഓപ്പൺ വരുന്നത്. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞു വിരലിലാണ് കൊള്ളുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ നമ്മൾ ഇടുമ്പോൾ വരുന്നത്.
ഇനി അടുത്തത് വരുന്നതും ഇതേപോലെ തന്നെയാണ്. ജസ്റ്റ് വിരലിന്റെ വണ്ണം കുറവുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ടാണ്. ഇതാണ് കേട്ടോ പാറ്റേൺ അടുത്തത് വരുന്നത്. വേറെ ഇത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു ലുക്കാണ് തരിക. ജസ്റ്റ് 90 റുപ്പീസേ ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പോൾ വിരലിന്റെ വണ്ണം വളരെ തിന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ റൂബി വിത്ത് വൈറ്റും ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് ഇനിയൊരു റൂബി സ്റ്റോൺസ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് കണ്ടാലോ. ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. നടുക്ക് മുഴുവൻ റൂബി സ്റ്റോൺസ് ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരും തോറും ഡിസൈൻ വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയ പാറ്റേണിൽ ചെയിൻസും കൊടുത്തിട്ടുണ്ട്, കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടും അതേപോലെ തന്നെയാണ് സെയിം ഇത് വരുന്നുണ്ട്. കണ്ണികളും കൊളുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം. കയ്യിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് കിട്ടും. അത്യാവശ്യം കൈവണ്ണം ഉള്ളവർക്കും കൂടി ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ. ഇങ്ങനത്തെ പാറ്റേൺ ആണ് വരുന്നത്. ജസ്റ്റ് 230, വളരെ അഫോർഡബിൾ പ്രൈസ് ആണ്. പാലക്കേനെ പോലെ തന്നെ നാഗപടത്തിനും ഒത്തിരി ഡിമാൻഡാണ്. നാഗപടത്തിന്റെ ഗ്രീൻ ആണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ബ്ലൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് താങ്ക് യു. അതേപോലെ ഇപ്രാവശ്യം ഗ്രീൻ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രീനും റൂബി സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. ടോട്ടലി 6 നാഗപടമാണ് ഉള്ളത്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓരോ കട്ട കൂടുന്നോറും അതിനാണ് കേട്ടോ പ്രൈസ് എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് 750 ആണ് നമുക്ക് വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ചെയിനും പാറ്റേണും കാര്യങ്ങളൊക്കെ പോകുന്നത്. ബാക്കിയുള്ള കൊളുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ തന്നെ കണ്ണികൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാസ് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ആഡപ്പ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഈ പാറ്റേൺ. എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും കമന്റ്സിൽ അഭിപ്രായം പറയണേ. ഗ്രീൻ കളറിൽ വരുന്ന നാഗപടം നല്ല ബ്യൂട്ടിഫുൾ ആണ്. വെയർ ചെയ്ത് കഴിയുമ്പോഴും നല്ല രസമാണ് കാണാനായിട്ട്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള നമ്മൾ ഇയറിംഗ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നാഗപടത്തിന്റെ മോഡലിലുള്ള തന്നെ അവൈലബിൾ ആണ് നമുക്ക്. ഇയറിങ്സ് ഇതാണ് മോഡൽ വരുന്നത്. അപ്പോൾ ഇതിന് മാച്ചിങ് അല്ലേ. ഇങ്ങനെ മാച്ചിങ് ആയിട്ട് വരുന്ന ഇയറിങ്സും കൂടിയാണ്. നല്ല തന്നെ ഫിനിഷിങ് വരുന്ന വർക്കാണ്. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ബഡ്ജറ്റ് പ്രൈസും കൂടിയാണ്. പർച്ചേസ് ചെയ്ത് നോക്കുക. ഇതാണ് വരുന്നത്. ഇത് ജസ്റ്റ് 200 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത്. ഇതിനും ഹൈലൈറ്റ് റൂബി സ്റ്റോൺസ് തന്നെയാണ്. ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്നത് പാലക്കട ഈ ടൈപ്പിൽ മാംഗോ ടൈപ്പിൽ വരുന്ന ഇയറിംഗ്സ് ആണ്. അതിൽ റൂബി സ്റ്റോൺസ് ആണ് ഹൈലൈറ്റ്. താഴെ ഗുങ്ക്രൂസ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ സ്ക്രൂസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. 220 ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ഇനി അടുത്തൊരു പാലക്കടയും കൂടി ഇയറിംഗ്സ് നമുക്ക് കാണിക്കാം. ഇതും ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. ഗ്രീൻ വിത്ത് റൂബി ആയിട്ടുള്ളതാണ്. കുഞ്ഞ് സ്റ്റഡ് മോഡലിൽ വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. 170 വരുന്നുള്ളൂ. ബാക്കിൽ സ്ക്രൂസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. മിക്കവരും ചോദിക്കാറുണ്ട് ബാക്കിൽ സ്ക്രൂസ് ആണോ പ്രസ്സേഴ്സ് ആണോ. നമ്മൾ വീഡിയോസിലെല്ലാം കറക്റ്റായിട്ട് തന്നെ പറയാറുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് കേട്ടോ ഗ്രീൻ നാഗപടം വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.